ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ട്രാൻസിഷൻസിനെ കുറിച്ചാണ്. ആഫ്റ്റർ എഫക്ട്സിൽ എങ്ങനെ നമുക്ക് ചില ട്രാൻസിഷൻസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ആഫ്റ്റർ എഫക്ട്സിൽ പ്രീസെറ്റ് ആയിട്ടുള്ള ഒരുപാട് ട്രാൻസിഷൻസും എഫക്ട്സും എല്ലാം അവൈലബിൾ ആണ്. പ്രീമിയർ പ്രോനേക്കാൾ കൂടുതൽ ട്രാൻസിഷൻസും കാര്യങ്ങളും പ്രീസെറ്റ് ആയിട്ട് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മൾ പക്ഷേ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത്തരം പ്രീസെറ്റ് ട്രാൻസിഷൻസ് അല്ല, സ്വന്തമായിട്ട് എങ്ങനെ ഒന്ന് രണ്ട് ട്രാൻസിഷൻസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഞാനിവിടെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് വെച്ച് ഞാനൊരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ജസ്റ്റ് കോമ്പോസിഷനിൽ ഡ്രാഗ് ചെയ്തിട്ടു. ഇപ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ കാണാം. ഇത് വേറൊന്നുമല്ല, ഇത്രയും വീഡിയോസ് ഒരുമിച്ച് ഞാൻ കോമ്പോസിഷൻ ആക്കിയപ്പോൾ ആ കോമ്പോസിഷന്റെ സെറ്റിംഗ്സ് എങ്ങനെ വേണം എന്ന് നമ്മളോട് ചോദിക്കുന്നതാണ്. ഇവിടെ സിംഗിൾ കോമ്പോസിഷൻ ആയിട്ട് വേണോ, മൾട്ടിപ്പിൾ കോമ്പോസിഷൻസ് ആയിട്ട് വേണോ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ സിംഗിൾ കോമ്പോസിഷനെ കൊടുക്കുന്നുള്ളൂ. യൂസ് ഡൈമെൻഷൻസ് ഫ്രം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് ഏത് വീഡിയോയുടെ ഹൈറ്റിലും എടുത്തിലേക്കാണ് കോമ്പോസിഷൻ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന എല്ലാ ഫുട്ടേജസും 1080 ആണ്, അതുകൊണ്ട് ഞാൻ ഇത് കൊടുക്കുകയാണ്. അതിനുശേഷം സ്റ്റിൽ ഡ്യൂറേഷൻ എത്ര വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ടോട്ടൽ വീഡിയോ ഡ്യൂറേഷൻ എത്ര വരുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഡിഫോൾട്ട് ആയിട്ടുള്ള ഈ ഒരു വാല്യൂ കൊടുക്കുകയാണ്. നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാ വീഡിയോസും വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ലെങ്ത് കൂടിയ ഫുട്ടേജിന്റെ ഡ്യൂറേഷനിലാണ് ഈ കോമ്പോസിഷൻ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് പിന്നീട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഞാൻ ഓരോ ട്രാൻസിഷൻസും ഓരോ കോമ്പോസിഷനായിട്ട് കാണിക്കാൻ വേണ്ടി വേണ്ട വീഡിയോസ് സെലക്ട് ചെയ്ത് പ്രീകമ്പോസ് ചെയ്യുകയാണ്. വേണ്ട വീഡിയോ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ പ്രീകമ്പോസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. പ്രീകമ്പോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ഒരു കോമ്പോസിഷന്റെ ഉള്ളിൽ മറ്റൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോൾഡറിന്റെ ഉള്ളിൽ വേറെ സബ് ഫോൾഡർ ഉണ്ടാക്കുന്ന പോലെ. പ്രീമിയറിൽ നമ്മൾ നെക്സ്റ്റ് ചെയ്ത പോലെ ഇവിടെ പ്രീകമ്പോസ് ചെയ്യുക എന്നാണ് പറയാം. ജസ്റ്റ് പ്രീകമ്പോസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ബോക്സ് കാണാം. ഇവിടെ നിങ്ങൾക്ക് കോമ്പോസിഷൻ നെയിമും കാര്യങ്ങളെല്ലാം കൊടുക്കാം. 2-3 ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ഞാനിപ്പോൾ തൽക്കാലം ന്യൂ കോമ്പോസിഷന് ഒരു നെയിം കൊടുക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാം. കണ്ടോ? ഇത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോമ്പോസിഷൻ ഓപ്പൺ ആയി കിട്ടും. അവിടെ ആ 2 വീഡിയോസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനിതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഈ സെക്കൻഡ് വീഡിയോ ഒന്ന് ട്രിം ചെയ്യുകയാണ്. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ട്രിം ചെയ്യുകയാണ്. ഇത് തന്നെ ഒരു ലെയറിന്റെ എൻഡ് പോർഷൻ ട്രിം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഓൾട്ടും ക്ലോസ്ഡ് സ്ക്വയർ ബ്രാക്കറ്റും ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതല്ല, ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ വെച്ചാണ് ട്രിം ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേ ഹെഡ് അവിടെ കൊണ്ട് വെക്കുക, ഓൾട്ട് കീയും ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റും ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ട്രിമായി. നമുക്ക് ഈ വിഷ്വൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ ആയിട്ടാണ് എനിക്ക് ആ ട്രാൻസിഷൻ വേണ്ടത്. ഞാൻ സൂം ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഈ കോമ്പോസിഷന്റെ പേര് കൊടുത്തത് റൊട്ടേഷൻ എന്നാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റൊട്ടേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ 2 വീഡിയോസ് സെലക്ട് ചെയ്തു, റൊട്ടേഷന്റെ വാല്യൂസ് വിസിബിൾ ആക്കി. ഓക്കെ, ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന ട്രാൻസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫുട്ടേജ് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് അടുത്ത ഫുട്ടേജിലേക്ക് പോകുന്ന രീതിയിലുള്ള ട്രാൻസിഷൻ ആണ്. ഓക്കെ, അതിനായിട്ട് നമുക്ക് ഈ ആദ്യത്തെ ഫുട്ടേജിന്റെ എൻഡിൽ കൊണ്ടുപോയി വെച്ചിട്ട് റൊട്ടേഷന് 90 വാല്യൂ കൊടുക്കാം. അതിനുശേഷം കീ ഫ്രെയിം ഇടുക. എന്തുകൊണ്ടാണ് 90 കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫുട്ടേജ് ഏകദേശം ഇങ്ങനെ റൊട്ടേറ്റ് ആയതിനു ശേഷം ഈ പോയിന്റിൽ നിന്ന് രണ്ടാമത്തെ ഫുട്ടേജ് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങണം. അതുകൊണ്ടാണ് 90 കൊടുത്തത്. ഓക്കെ, പ്ലേ ഹെഡ് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം അവിടെ 0 ആക്കാണ്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ റൊട്ടേറ്റ് ആവുന്നത് കാണാം. അതിനുശേഷം കീ ഫ്രെയിംസ് കുറച്ചും കൂടി അടുപ്പിച്ച് വെക്കുക. സെക്കൻഡ് ക്ലിപ്പിലേക്ക് പോവുക. സെക്കൻഡ് ക്ലിപ്പിന്റെ സ്റ്റാർട്ടിങ്ങിൽ -90 കീ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഏകദേശം ഇതേ ഡിസ്റ്റൻസിൽ തന്നെ മറ്റൊരു കീയും കൂടി കൊടുക്കുക. അത് 0 ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ? ഇനി അതിന്റെ ഡ്യൂറേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, F9 പ്രസ് ചെയ്യുക. F9 എന്തിനാ പ്രസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കീ ഫ്രെയിംസ് സ്മൂത്ത് ആക്കാനാണ്. ഞാൻ ജസ്റ്റ് അൺഡു ചെയ്ത് ഇതിന്റെ ഗ്രാഫ് കാണിച്ചു തരാം. കണ്ടോ? ലീനിയർ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതിനെ സ്മൂത്ത് ചെയ്യാനായിട്ടാണ് നമ്മൾ ECEs കൊടുക്കുന്നത്. ECEsന്റെ ഷോർട്ട് കീ ആണ് F9. കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, F9 പ്രസ് ചെയ്യുക. ഇപ്പൊ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ആ ലീനിയർ ആയിരുന്ന ഗ്രാഫ് കർവ്ഡ് ആയി. ഇതിനർത്ഥം മോഷൻ കുറച്ചും കൂടി സ്മൂത്ത് ആയി എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഈ ഗ്രാഫ് കുറച്ച് എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കുറെ ബ്ലാക്ക് സ്പേസ് കാണാം. ഇത് കളയാനായിട്ട് നമുക്കൊരു എഫക്റ്റ് അപ്ലൈ ചെയ്യാം. മോഷൻ ടൈൽ എന്നാണ് ആ എഫക്റ്റിന്റെ പേര്.
നിങ്ങൾക്ക് ഇവിടെ വന്ന് എഫക്ട് സെർച്ച് ചെയ്യുന്നതിന് പകരം ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് എഫക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ എഫക്ട്സും കാണും. ഓക്കെ, ഇങ്ങനെയും നിങ്ങൾക്ക് മോഷൻ ടൈൽ എടുക്കാം. ജസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഇവിടെ ഔട്ട്പുട്ട് ഹൈറ്റ് എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, അതിന്റെ ടോപ്പ് ഭാഗം റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അത്യാവശ്യം ഫില്ല് ചെയ്യുന്നൊരു ലെവലിൽ ഇട്ടതിന് ശേഷം അതിന്റെ വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ മിറർ എഡ്ജസ് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു എഫക്റ്റ് കിട്ടും. ഓക്കെ, അതേ സെയിം എഫക്റ്റ് തന്നെ രണ്ടാമത്തെ ക്ലിപ്പിനും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇവിടെ കോപ്പി ചെയ്യാൻ എഫക്ട്സ് കൺട്രോളിൽ വരിക, കോപ്പി ചെയ്യേണ്ട എഫക്റ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. അതല്ലെങ്കിൽ കൺട്രോൾ സി ക്ലിക്ക് ചെയ്താലും മതി. അതിനുശേഷം രണ്ടാമത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, എഫക്ട്സ് കൺട്രോളിൽ വരിക, കൺട്രോൾ വി, അവിടെ പേസ്റ്റ് ആയി. ഓക്കെ, ഇനി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഇപ്പോൾ ഒരു ട്രാൻസിഷൻ ആയിട്ട് തോന്നുന്നില്ല, ഒരു എഫക്റ്റ് പോലെ കാണുന്നുള്ളൂ. അതിനെ ഒരു ട്രാൻസിഷൻ ഫീൽഡിലേക്ക് വരുത്താൻ വേണ്ടി നമുക്ക് ഈ കീ ഫ്രെയിംസിന്റെ ഗ്രാഫ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ജസ്റ്റ് കീ ഫ്രെയിംസ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഗ്രാഫ് എഡിറ്ററിൽ പോവുക, ഇതിന്റെ പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഗ്രാഫ് എന്തിനാണ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ അനിമേഷന്റെ സ്പീഡ് സ്ലോവിൽ വന്ന് പെട്ടെന്ന് കൂടി അതിന്റെ മാക്സിമത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഓക്കെ, അതിനുശേഷം ഇതേ സെയിം ഗ്രാഫിന്റെ ഓപ്പോസിറ്റ് വേർഷൻ രണ്ടാമത്തെ ക്ലിപ്പിലും അപ്ലൈ ചെയ്യുക. അതിനായിട്ട് ആ കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, ഗ്രാഫ് എഡിറ്ററിൽ വരിക, ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഇനി ഒരു എഫക്റ്റ് കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ബെറ്റർ ആവും. വേറെ ഒന്നുമല്ല, മോഷൻ ബ്ലർ ആണ്. ഈ എൻ്റയർ കോമ്പോസിഷന് മോഷൻ ബ്ലർ ഓൺ ആക്കാനുള്ള ഓപ്ഷനാണിത്. ഇത് എനേബിൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എഫക്ട്സ് അപ്ലൈ ചെയ്തിരിക്കുന്ന ലേയേഴ്സിന്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. അതിന്റെ താഴെയുള്ള ബോക്സിൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മോഷൻ ബ്ലർ എനേബിൾ ആയി. അതിനുശേഷം പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, സ്മൂത്ത് ആയിട്ടുള്ള ഒരു റൊട്ടേഷൻ ട്രാൻസിഷൻ നമ്മൾ ഇവിടെ എളുപ്പം ചെയ്തെടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്ലൈഡിംഗ് ട്രാൻസിഷൻ ആണ്. അതിനായിട്ട് ഞാൻ നമ്മുടെ മെയിൻ കോമ്പോസിഷനിൽ വന്നു. അതിനുശേഷം സ്ലൈഡ് ട്രാൻസിഷൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 വീഡിയോസ് സെലക്ട് ചെയ്തു. അത് പ്രീ കമ്പോസ് ചെയ്യാണ്, നെയിം കൊടുത്തു. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ വന്നു. അതിനുശേഷം ഫുട്ടേജ് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ എനിക്ക് ഈ കോമ്പോസിഷനിൽ ഇത്രയും ഡ്യൂറേഷൻ വേണമെന്നില്ല, ജസ്റ്റ് ഇവിടം വരെ മതി. അതിനായിട്ട് ഞാൻ ഈ കോമ്പോസിഷൻ ഒന്ന് ട്രിം ചെയ്യുകയാണ്. ഇവിടെ ടൈം ലൈനിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു വർക്ക് ഏരിയയുടെ എൻഡ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ എൻഡ് പോയിന്റിൽ വെക്കുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇതിൽ ട്രിം കോം ടു വർക്ക് ഏരിയ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോമ്പോസിഷൻ ട്രിം ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെയാണ് നമുക്കൊരു ട്രാൻസിഷൻ വേണ്ടത്. ഒരു സ്ലൈഡിംഗ് ട്രാൻസിഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്കിവിടെ പൊസിഷൻ യൂസ് ചെയ്തൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനത് വേറൊരു മെത്തേഡിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഞാൻ പുതിയ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. ആഫ്റ്റർ എഫക്ട്സിലും നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യാറുണ്ട്. എഫക്ട്സ് അപ്ലൈ ചെയ്യാനും ട്രാൻസിഷൻസ് അപ്ലൈ ചെയ്യാനും. പ്രീമിയറിൽ നമ്മൾ കളർ ഗ്രേഡ് ചെയ്യാനും എഫക്ട്സ് അപ്ലൈ ചെയ്യാനുമാണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെയും ഏകദേശം അതുപോലെ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലെയേഴ്സിന്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂവിൽ അഡ്ജസ്റ്റ്മെന്റ് ലെയർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ട എഫക്ട്സും കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ലെയേഴ്സിന്റെ ഇവിടെ വരാതെ മുകളിൽ ലെയർ ക്ലിക്ക് ചെയ്ത് ന്യൂവിൽ അഡ്ജസ്റ്റ്മെന്റ് ലെയർ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇവിടെ നിന്ന് എടുത്തു എന്ന് മാത്രം. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണ്ട ഒരു എഫക്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം മോഷൻ ടൈൽ എന്ന് പറഞ്ഞ എഫക്റ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ എഫക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇവിടേക്ക് ഇടുകയാണ്. ഓക്കെ, ഫസ്റ്റ് വീഡിയോയുടെ എൻഡിന് മുമ്പായിട്ട് പ്ലേ ഹെഡ് കൊണ്ട് വെച്ചതിന് ശേഷം അഡ്ജസ്റ്റ്മെന്റ് ലെയർ സെലക്ട് ചെയ്യുക. അവിടെ ടൈൽ സെന്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എക്സ് വൈ എന്ന് പറഞ്ഞ 2 വാല്യൂസ് കാണാം. ഞാൻ ഈ എക്സ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കാം. കണ്ടോ, ഇത് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മൂവ് ചെയ്യാണ്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് നിങ്ങൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ മൂവ് ആവും. ഓക്കെ, ഇത് എക്സ് ആക്സിസിൽ മാത്രമല്ല, നിങ്ങൾക്ക് വൈ ആക്സിസിൽ മുകളിലേക്കും താഴേക്കും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, റീസെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കീ കൊടുത്തു. സെക്കൻഡ് ക്ലിപ്പിന്റെ സ്റ്റാർട്ടിങ് കഴിഞ്ഞ് കുറച്ച് മാറി പ്ലേ ഹെഡ് വെച്ചു. അതിനുശേഷം എക്സ് വാല്യൂ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്.
എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമേഷൻ വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഫുട്ടേജ് മൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, മൂവ് ചെയ്യുമ്പോൾ കട്ട് അറിയാത്ത രീതിയിലുള്ള ഒരു പോയിന്റിൽ വേണം അത് വെക്കാൻ. ഓക്കെ, ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ യു പ്രസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ആ കീ ഫ്രെയിംസ് കാണാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് സ്മൂത്ത് ചെയ്യാണ്. F9 പ്രസ് ചെയ്തു. അതിനുശേഷം മോഷൻ ബ്ലർ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ കാണാം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു സ്ലൈഡിംഗ് ട്രാൻസിഷൻ മാത്രമാണ്. നിങ്ങൾക്കിത് മുകളിലേക്കോ താഴത്തേക്കോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ ഒക്കെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ അനിമേഷൻ ആക്കാം. ഞാൻ കുറച്ചും കൂടി സ്റ്റൈലൈസ് ചെയ്യാൻ വേണ്ടി ഇതിൽ ഒരു എഫക്റ്റ് കൂടി അപ്ലൈ ചെയ്യുകയാണ്. ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ എഫക്ട്സിൽ വരിക. ഡിസ്റ്റോർട്ടിൽ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്, അത് അപ്ലൈ ചെയ്യുക. ഇത് ബേസിക്കലി നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന സെയിം എഫക്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാനിവിടെ ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത് സ്ക്യൂ ചെയ്യാൻ വേണ്ടിയാണ്. സ്ക്യൂ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ ജസ്റ്റ് 25 എന്ന് പറയുന്ന ഒരു വാല്യൂലേക്ക് ഇട്ടു. ഈ എഫക്റ്റ് ജസ്റ്റ് എടുത്ത് താഴത്തേക്ക് ഇടുക. അതിനുശേഷം ആ ബ്ലാക്ക് സ്പേസ് കളയാൻ വേണ്ടി ഞാൻ ഈ മോഷൻ ടൈൽ എന്ന് പറഞ്ഞ എഫക്റ്റ് ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണ്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ ഞാൻ ഇതിന്റെ മോഷൻ ബ്ലർ ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ജസ്റ്റ് ഈ എഫക്റ്റ് സെലക്ട് ചെയ്യുക, കൺട്രോൾ ഡി ഞെക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിന്റെ കീയും അനിമേഷനും എല്ലാം കൂടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് അതിന്റെ അനിമേഷൻ റീസെറ്റ് ചെയ്തു. അതിനുശേഷം ആ കീ കളയുകയാണ്. ഇനി ഈ എഫക്റ്റ് ഏറ്റവും ടോപ്പിൽ കൊണ്ടിടുക. അത് കഴിഞ്ഞ് ഔട്ട്പുട്ട് ഹൈറ്റ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അത്യാവശ്യം ഫിൽ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് മോഷൻ ബ്ലർ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ സ്ക്യൂവിന് ഒരു അനിമേഷൻ കൊടുക്കണം. വേറൊന്നുമല്ല, സ്ക്യൂ ആവേണ്ടത് ഈ മിഡിൽ പോർഷനിലാവുമ്പോൾ മാത്രമാണ്. ക്ലിപ്പ് തുടങ്ങുമ്പോൾ നമുക്ക് സ്ക്യൂ ആയി കിട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്ക്യൂവിന് ഒരു കീ കൊടുക്കുക. യു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കീ കാണാം. അതിനുശേഷം ആ കീ ഒന്ന് കുറച്ച് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. സ്ക്യൂവിന്റെ വാല്യൂ 0 ആക്കുക. ഇതേ സെയിം പ്രോസസ് തന്നെ എൻഡിലും ചെയ്യുക. കീ കൊടുത്തു, സ്ക്യൂ വാല്യൂ 0 ആക്കി. അതിനുശേഷം കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, F9 പ്രസ് ചെയ്യുക. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ നമുക്ക് കിട്ടി. ഇത് നിങ്ങൾക്ക് കുറച്ച് സ്പീഡുള്ള അനിമേഷൻ ആയിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു സ്ലോ ആയിട്ടുള്ള മതി എന്നുണ്ടെങ്കിൽ കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. വാല്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, കുറച്ചും കൂടി സ്ലോ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, ഇതേ സെയിം വാല്യൂസിലും ഇതേ സെയിം ഫോർമാറ്റിലും തന്നെ നിങ്ങൾ വർക്ക് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസിൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം, നല്ല റിസൾട്ട്സ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സൂം ട്രാൻസിഷൻ ആണ്. അതിനായിട്ട് മെയിൻ കോമ്പോസിഷനിൽ വരിക. സൂം ട്രാൻസിഷൻ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ക്ലിപ്സ് സെലക്ട് ചെയ്യുക, പ്രീ കോമ്പോസ് ചെയ്യുക, നെയിം ചെയ്യുക. അതിനുശേഷം ആ കോമ്പോസിഷന്റെ ഉള്ളിലേക്ക് പോവാം. ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ട്രിം ചെയ്യുക. നമുക്ക് ഈ ഫുട്ടേജ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെയായിട്ടാണ് നമുക്ക് ട്രാൻസിഷൻ വേണ്ടത്. ജസ്റ്റ് പുതിയൊരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം മോഷൻ ടൈല് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട ഒരു എഫക്റ്റ് ആണ്, അതുകൊണ്ട് ഞാനിത് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടാണ്. അതിനുശേഷം ഇവിടെ ഒപ്റ്റിക്സ് കോമ്പൻസേഷൻ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനൊരു എഫക്റ്റ് കാണാം, ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യുക. ഞാൻ തൽക്കാലം മോഷൻ ടൈൽ ഓഫ് ചെയ്യാണ്. ഇത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിഷ്വലിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് വാപ്പ് ചെയ്യും. കണ്ടോ, ഇവിടെ റിവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു എഫക്റ്റ് കിട്ടും. ജസ്റ്റ് ഫീൽഡ് ഓഫ് വ്യൂവിന് ഒരു കീ കൊടുക്കുക. അതിനുശേഷം യു പ്രസ് ചെയ്ത് ആ കീ ഫ്രെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. വാല്യൂ 0യിലേക്ക് കൊടുക്കുക. 2 കീസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സെയിം പ്രോസസ് തന്നെ കട്ടിന് ശേഷവും അപ്ലൈ ചെയ്യുക. ഒരു കീ കൊടുത്തു, വാല്യൂ 0യിലേക്ക് കൊണ്ടുവന്നു. കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, F9 പ്രസ് ചെയ്ത് ഈസി ചെയ്യുക. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഒരു ട്രാൻസിഷൻ ഇവിടെ കാണാം. കുറച്ചും കൂടി വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. കീ ഫ്രെയിംസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ഒന്നുകൂടി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അതിനായിട്ട് എഫക്ട്സിൽ വരിക, ഡിസ്റ്റോർട്ടിൽ ട്രാൻസ്ഫോം നമ്മൾ നേരത്തെ യൂസ് ചെയ്തതാണ് അപ്ലൈ ചെയ്യുക. നേരത്തെ നമ്മൾ സ്ക്യൂ ചെയ്യാനാണ് ട്രാൻസ്ഫോം യൂസ് ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ സ്കെയിൽ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ പ്ലേ ഹെഡ് സ്റ്റാർട്ടിൽ കൊണ്ടുവയ്ക്കുക, അവിടെ നോർമൽ കീ ഇടുക, അതിനുശേഷം കട്ടിന് മുമ്പുള്ള കീ ഫ്രെയിമിൽ വെക്കുക, ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ കൊടുക്കാം. ഞാനിപ്പോൾ എനിക്ക് ഓക്കെ ഉള്ളൊരു വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. സെയിം പ്രോസസ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് സൂം ആവുന്നത് വളരെ ലീനിയർ ആയിട്ടാണ്. അതും F9 പ്രസ് ചെയ്ത് ഈ സീസ് ചെയ്തു. അതിനുശേഷം ഗ്രാഫിൽ നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്താനുണ്ട്. ജസ്റ്റ് ആ ഗ്രാഫ് സെലക്ട് ചെയ്യുക, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അതിനുശേഷം സെക്കൻഡ് ക്ലിപ്പിന്റെ അവിടെ പോവുക, അവിടെ സ്കെയിൽ ഡൗൺ ചെയ്യുക. ഈ ഒരു ലെവലിൽ സ്കെയിൽ ഡൗൺ ചെയ്യുക. കീ ഫ്രെയിമിന്റെ എൻഡിൽ 100 ഇടാം. ഓക്കെ, ഇനി ഇതിന്റെ കീ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്ത് F9 പ്രസ് ചെയ്ത് ഈ സീസ് ചെയ്തു. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ ഈ ബ്ലാക്ക് സ്പേസ് നമുക്ക് കളയണം. അതിന് മോഷൻ ടൈൽ കൊടുക്കുക. ജസ്റ്റ് വിഡ്ത്തും ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ മിറർ അഡ്ജസ്റ്റ് കൊടുക്കുക. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ ഒരു പോയിന്റിൽ കുറച്ചും കൂടി ബ്ലാക്ക് ഏരിയാസ് കാണുന്നുണ്ട്. അതും അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ കീ ഫ്രെയിംസ് കുറച്ചും കൂടി സ്മൂത്ത് ചെയ്യാനുണ്ട്. അതിനായിട്ട് ആ കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, ഗ്രാഫ് എഡിറ്ററിൽ പോവുക, കുറച്ചും കൂടി ഗ്രാഫ് അഡ്ജസ്റ്റ് ചെയ്യുക. സ്ലോയിൽ വന്ന് എൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു അനിമേഷനാണ് നമുക്ക് വേണ്ടത്. കീ ഫ്രെയിംസ് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ഒരു പോർഷൻ നമുക്ക് ലീനിയർ ആയിട്ട് തന്നെ കൊടുക്കണം. അതിനായിട്ട് ആ കീ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അത് ലീനിയർ ആക്കാം. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കീ ഫ്രെയിംസ് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യുക. സ്മൂത്ത് ആയുള്ള ഒരു മൂവ്മെന്റ് തോന്നുന്നത് വരെ നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു അനിമേഷൻ എനിക്ക് ഓക്കെ ആണ്. അതിനുശേഷം മോഷൻ ബ്ലർ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രീസെറ്റ് ആയിട്ട് സേവ് ചെയ്യാം. ഈ ട്രാൻസിഷൻ ഓരോ തവണയും നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് പ്രീസെറ്റ് ആയിട്ട് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഈ എഫക്ട്സ് എല്ലാം സെലക്ട് ചെയ്യുക. അതിനുശേഷം അനിമേഷനിൽ സേവ് അനിമേഷൻ പ്രീസെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലൊക്കേഷനിലേക്ക് വരും. അവിടെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ളൊരു പേരിൽ സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഈ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റിൽ നിന്ന് നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്ത ട്രാൻസിഷൻസ്. ഇതല്ലാതെ ഒരുപാട് ട്രാൻസിഷൻസ് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പഠിച്ച പൊസിഷൻ, റൊട്ടേഷൻ, സ്കെയില്, ഈ വാല്യൂസ് എല്ലാം തന്നെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് വേറെയും ട്രാൻസിഷൻസ് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്, എക്സ്പെരിമെന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി എങ്ങനെ ഒരു വീഡിയോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. പ്രീമിയറിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് വളരെ ഈസിയാണ്. Ctrl+M പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഫയലിൽ എക്സ്പോർട്ട് ചെയ്താൽ മതി. ഇവിടെ എക്സ്പോർട്ട് ചെയ്യാൻ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ആഡ് ടു അഡോബ് മീഡിയ എൻകോഡർ ക്യൂ, രണ്ടാമത് ആഡ് ടു റെൻഡർ ക്യൂ. അതല്ലാതെ നമുക്ക് ഇതൊരു പ്രീമിയർ പ്രോന്റെ പ്രൊജക്റ്റ് ആയിട്ടും എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. നമുക്ക് സാധാ ആഡ് ടു റെൻഡർ ക്യൂവിലിട്ട് റെൻഡർ ഔട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയലിന്റെ സൈസ് വളരെയധികം ഉണ്ടാകും. ചിലപ്പോൾ ഒരു 5 GB 10 GB ഒക്കെ വരും. ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് വിഷ്വല്. അത് നോർമലി യൂസ് ചെയ്യുന്നത് വലിയ പ്രൊജക്ട് ഫയൽസ് വർക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയാണ്. നമുക്കിപ്പോൾ നമ്മുടെ ആവശ്യത്തിനായിട്ട് അഡോബ് മീഡിയ എൻകോഡർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ ആവശ്യമുണ്ട്. നമുക്ക് പ്രീമിയർ പ്രോയിൽ നിന്ന് എങ്ങനെയാണോ റെൻഡർ ഔട്ട് എടുത്തത് ഏകദേശം അതേ വാല്യൂസിലും കാര്യങ്ങളിലും ബിറ്റ് റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കസ്റ്റമായിട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അഡോബ് മീഡിയ എൻകോഡർ. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഇന്റർഫേസ്. ഇവിടെ നമുക്ക് റെൻഡർ ചെയ്യാനുള്ള പ്രൊജക്ട് കാണാം. നിങ്ങൾക്ക് ഇത് ലോഡ് ആയില്ലെങ്കിൽ 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഇവിടെ അതിന്റെ ഔട്ട്പുട്ട് ലൊക്കേഷൻ കാണാം, പ്രീസെറ്റ് കാണാം, ഫോർമാറ്റ് കാണാം. നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എക്സ്പോർട്ട് വിൻഡോ വരും. നമ്മൾ പ്രീമിയറിലൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സെയിം സെറ്റിംഗ്സും കാര്യങ്ങളും തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ചേഞ്ചസ് വരുത്തി അത് സേവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ സേവ് ചെയ്യാണ്. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെൻഡർ ചെയ്യാം. മുകളിലായിട്ട് ഒരു ഗ്രീൻ പ്ലേ ബട്ടൺ കാണാം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റെൻഡറിങ് സ്റ്റാർട്ട് ആവും. ഇവിടെ അതിന്റെ വാല്യൂസും കാര്യങ്ങളും കാണാം, റെൻഡർ ആവുന്നതും കാണാം. ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് റെൻഡറിങ് പോസ് ചെയ്യണമെങ്കിൽ പോസ് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആ വീഡിയോ റെൻഡർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു ടിക്ക് മാർക്ക് കാണാം. നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഇതായിരുന്നു നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ലൊക്കേഷൻ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്ടിന്റെ പേര് _AME എന്ന് പറയുന്നൊരു ഫോൾഡർ കാണാം. അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടെമ്പററി ആഫ്റ്റർ എഫക്ട്സ് പ്രൊജക്ട് ഫയലും നിങ്ങളുടെ റെൻഡർ ഔട്ടും കാണാം. ഇങ്ങനെയാണ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ നിന്ന് മീഡിയ എൻകോഡർ വഴി റെൻഡർ ഔട്ട് എടുക്കുന്നത്. ഓക്കെ,